അലിൻ ഷെറിൻ എന്ന 9 മാസം പ്രായമുള്ള പിഞ്ചോമന നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് അധികം സമയമായിട്ടില്ല. നമ്മെ വിട്ടുപിരിഞ്ഞ ആ പിഞ്ചോമന മാലാഖമാരുടെ കൂട്ടത്തിൽ കളിക്കുന്നുണ്ടാകാം, പറന്ന് രസിക്കുന്നുണ്ടാകാം. ഇപ്പോൾ ആ കുഞ്ഞുമാലാഖ ഭൂമി വിട്ടു പോയപ്പോൾ ആ കുഞ്ഞുമാലാഖ എന്ത് ചെയ്തു? കരൾ പകുത്തു നൽകി, ഹൃദയം പകുത്തു നൽകി, കണ്ണ് പകുത്തു നൽകി, തന്റെ കാഴ്ച പകുത്തു നൽകി. അങ്ങനെ തനിക്ക് സ്വന്തമെന്ന് ഉണ്ടായിരുന്നതൊക്കെ പകുത്തു നൽകി പങ്കുവച്ചിട്ടാണ് ആ കുഞ്ഞുമാലാഖ പറന്നുപോയത്. നമ്മളേറെ വേദനയോടും ഏറെ വിഷമത്തോടും കൂടിയാണ് ആ കുഞ്ഞുമാലാഖയെ യാത്രയാക്കിയത്. പക്ഷേ ഈ വിഷമത്തിനിടയിലും ഈ കണ്ണീർ കയത്തിനിടയിലും ആളുകൾ കൊള്ളയടിക്കാൻ ഒരുങ്ങി എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ ആ കൊള്ളയടിക്കാൻ ശ്രമിച്ചവരെ നിങ്ങൾ എന്ത് വിളിക്കും? നന്മ മരങ്ങൾ എന്ന് ഓമന പേരിട്ട് വിളിക്കാൻ കഴിയുമോ അവരെ? നമ്മുടെ നാട്ടിലെ ചില നന്മ മരങ്ങൾ അല്ലെങ്കിൽ നന്മ മരങ്ങളാണെന്ന് കരുതുന്ന ചില വ്യക്തികളുണ്ട്. അവരെന്താണ് ചെയ്തത്? അലിൻ എന്ന് പറയുന്ന ആ പിഞ്ചോമനയുടെ മസ്തിഷ്ക മരണത്തെ തുടർന്ന് പിഞ്ചോമനയുടെ ശരീരഭാഗങ്ങൾ, അതായത് വൃക്കയും കരളും ഹൃദയവാൽവും നേത്രപടലവും ഒക്കെ ദാനം ചെയ്തു. ഇത് ദാനം ചെയ്തു. ആ കുഞ്ഞുമാലാഖ പറന്നു പോവുകയും ചെയ്തു. ഈ അവസരം മുതലെടുത്ത് ഈ പിഞ്ചോമനയുടെ ശരീരം അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ സ്വീകരിച്ച സ്വീകർത്താക്കളായ കുട്ടികളുണ്ട്. അവരെ ഇരകളാക്കി അല്ലെങ്കിൽ അവരെ മറയാക്കിയിട്ടാണ് ഈ നാടൊട്ടുക്ക നന്മ മരങ്ങൾ പെരുമാറിയത്. ഈ സ്വീകർത്താക്കളായ കുട്ടികളുടെ രക്ഷിതാക്കൾ നിർധനരാണെന്നും അവർക്ക് ഈ വലിയ ശസ്ത്രക്രിയയുടെ ചെലവ് താങ്ങാൻ കഴിയുകയില്ലെന്നും ഒരു പ്രചരണം സോഷ്യൽ മീഡിയയിലൂടെ കെട്ടിച്ചമച്ചു. എന്നിട്ട് വ്യാജ അക്കൗണ്ട് നമ്പറുകളും കൊടുത്തു. എന്നിട്ട് നിങ്ങളെല്ലാവരും ഈ കുട്ടികളെ സഹായിക്കണം, അലിൻ ജീവിക്കുന്നതിന് വേണ്ടി ഈ പിഞ്ചോമനയുടെ ശസ്ത്രക്രിയയ്ക്ക് സഹായം നൽകണം എന്നായിരുന്നു അവരുടെ ആവശ്യം. ഇത് വായിക്കുന്ന ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മുടെ കയ്യിൽ 1 രൂപയുണ്ടെങ്കിൽ ആ 1 രൂപ വരെ ആ അക്കൗണ്ടിലോട്ട് അയച്ചു കൊടുക്കും. കാരണം എന്താണ്? നമ്മൾ അത്രമാത്രം വിഷണ്ണരാണ് അലിൻ്റെ വിയോഗത്തിൽ. ആ പിഞ്ചോമനയുടെ വിയോഗത്തിൽ നമ്മൾ അത്രമാത്രം വിഷണ്ണരാണ്. ആ പിഞ്ചോമന നൽകിപ്പോയ അവയവങ്ങളെങ്കിലും മറ്റ് ഉള്ള കുട്ടികളിൽ തുടിക്കട്ടെ, ജീവൻ പ്രസരിപ്പോടെ നിൽക്കട്ടെ എന്ന ആഗ്രഹം കൊണ്ട് നമ്മൾ കൊടുത്തു. ഇതാണ് നന്മ മരങ്ങളുടെ മോഷണത്തിന്റെ തന്ത്രം. ഇത് കാലേക്കൂട്ടി തിരിച്ചറിഞ്ഞത് ഞാനോ നിങ്ങളോ ഒന്നുമല്ല. നമ്മളൊന്നും ഇതൊന്നും അറിയണമെന്ന് പോലുമില്ല. ഒരുപക്ഷെ നമ്മൾ കണ്ടാൽ നമ്മുടെ കയ്യിലുള്ളത് ദാനം ചെയ്തിട്ട് നമ്മളിത് മറന്നുപോകും. അലിൻ മാത്രം നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിച്ചിരിക്കും. മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നുപോകും. കാരണം നമ്മൾ ഇതിന്റെ പുറകെ അന്വേഷിച്ച് പോകുന്നില്ല. പക്ഷെ ഇതൊരു വമ്പൻ തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞത് ഈ അലിൻ എന്ന് പറയുന്ന പിഞ്ചോമനയുടെ മുത്തച്ഛൻ റെജി സാമുവേലാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു, ഇതുപോലും കച്ചവടമാക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, നന്മ മരങ്ങൾ. ഇവരെ നിയമം മൂലം നിയമത്തിന്റെ ഒരു പഴുതുകളുമില്ലാതെ പിടികൂടി കയ്യാമം വെച്ച് തുറുങ്കിലടക്കേണ്ടതാണ്. ഇവർക്ക് 1 രൂപ പോലും കൊടുക്കരുത്. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും വരെ ഈ സംഭവത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചു. ഇനി മരണാനന്തരം അവയവം ദാനം ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? അത് സർക്കാരിന്റെ ചുമതലയാണ്. സർക്കാരാണ് അതിന്റെ എല്ലാ ഘട്ടങ്ങളിലും ചെലവ് നിർവഹിക്കുന്നത്. ഹെലികോപ്റ്റർ ആണെങ്കിൽ ഹെലികോപ്റ്റർ, ആംബുലൻസ് ആണെങ്കിൽ ആംബുലൻസ്, ശസ്ത്രക്രിയ, ആശുപത്രി എല്ലാം സർക്കാരിന്റെ ചെലവാണ്. 1 രൂപ പോലും ഈ സ്വീകർത്താവ് കൊടുക്കേണ്ടതില്ല. അങ്ങനെ പൂർണ്ണമായും സർക്കാർ ചെലവിൽ നടക്കുന്ന ഈ ഒരു അവയവ കൈമാറ്റ പ്രക്രിയ, അവയവദാന പ്രക്രിയക്കിടയിൽ നിന്ന് ആളുകൾ ചോര കുടിക്കാൻ ശ്രമിക്കുന്നു, കള്ളപ്പണം അല്ലെങ്കിൽ പൈസ സമ്പാദിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് റെജി സാമുവൽ പറയുന്നത്. തീർച്ചയായും അങ്ങനെ ഈ അവസരത്തിൽ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെയും അറിവ്. അതൊക്കെ കണ്ടെത്തി സൈബർ പോലീസ്, സൈബർ കുറ്റാന്വേഷണ വിഭാഗം നമുക്കുണ്ടല്ലോ, വളരെ ശക്തമാണ് ആ വിഭാഗം. ഇവരെ കണ്ടെത്തി കയ്യാമം വെച്ച് തുറുങ്കിലടക്കണം. മാതൃകാപരമായ ശിക്ഷയും ഇവർക്ക് വാങ്ങിക്കൊടുക്കണം നിയമപാലകർ.